കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളെയും മുച്ചൂട് മുടിച്ചൊരു 10 വർഷമാണ് കടന്നുപോയത്. ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ശാസ്ത്ര സാങ്കേതിക കൗൺസിലിൽ കാണിക്കുന്ന അഴിമതിയും അവിടെ ഇപ്പോഴത്തെ കുത്തഴിഞ്ഞ പരിപാടികളും അവിടെ ഇതാ പുതിയ മുൻകൂട്ടി സ്ഥാനാർത്ഥി കാൻഡിഡേറ്റിനെ നിശ്ചയിച്ച് വച്ചതിന് ശേഷം ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് നടത്തുന്ന കോപ്രായങ്ങളൊക്കെ പരസ്യമായി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾക്ക് പുതിയ പുതിയ വിവരങ്ങൾ വാട്സപ്പ് വഴിയും അല്ലാതെയൊക്കെ തരുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് പിടിച്ചത് ചേരക്കുട്ടിയാണെങ്കിൽ അളയിലുള്ളത് എല്ലാ മൂർഖൻ പാമ്പ്, ചേര, അരണി സകല പാമ്പുകളുമുള്ള ഒരു ഇടമായി ശാസ്ത്ര സാങ്കേതിക രംഗം മാറിയിരിക്കുകയാണ്. നമ്മുടെ MC ദത്തൻ എന്തെടുക്കുക എന്നൊരു സംശയമുണ്ട്. അദ്ദേഹം ISROയിലൊക്കെ ഇരുന്ന് വന്നതിന് ശേഷം ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് കയറി സർക്കാരിനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് ഈ ദത്തനൊക്കെ ഉപദേശിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുത്തഴിഞ്ഞ 10 വർഷത്തിൻ്റെ കഥകൾ വളരെ രസകരമാണ്. TBGRA എന്ന് പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ അവിടെ ഒരു ഇൻ്റർവ്യൂ നടത്തി. ഇൻ്റർവ്യൂവിൽ 1ാം സ്ഥാനത്ത് വന്ന സയൻറ്റിസ്റ്റിനെ കൊടുത്തില്ല. കൊടുക്കാത്തതിന് പറഞ്ഞ ന്യായം 2ാം സ്ഥാനത്ത് വന്ന ആളിന് കൊടുത്തു. 2ാം സ്ഥാനത്ത് വന്ന ആളിന് കൊടുത്ത ന്യായം 6 മാസക്കാലം 2ാം സ്ഥാനത്തുള്ള റാങ്ക് ലിസ്റ്റ് 2ാമത് വന്ന ആളിന് 6 മാസം സമയമുണ്ട്. 6 മാസമേ സമയമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് 6 മാസം കൊടുത്തിട്ട് റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വന്ന ആളിന് കൊടുത്തില്ല. എങ്കിൽ പിന്നെ ഗവൺമെൻറ് സ്വാധീനിച്ച് റാങ്ക് ലിസ്റ്റിൽ 1ാമത് വന്ന ആളിൻ്റെ റാങ്ക് ലിസ്റ്റ് 2ാമതാക്കിയിട്ട് 1ാമത് വന്ന 6 മാസമുള്ള ആളിന് 1ാമത് റാങ്ക് ലിസ്റ്റിൽ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് കൊടുത്തിട്ട് മാന്യമാര് 2ാമത്തെ ആളിന് കൊടുത്താൽ ഒരു മാന്യതയുണ്ട്. ഇത് ഒരാളിനെ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് TBGRAയിലാണ് പാലോട് ഒരാളിനെ വരുത്തുകയും 2ാം സ്ഥാനത്തിരിക്കുന്ന ആളിന് 6 മാസമേ ഉള്ളൂ എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തെ ഡയറക്ടറാക്കുന്നു. പിന്നെ അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം 1ാം റാങ്ക് തന്നെ കൊടുക്കുന്നു. ഇതൊക്കെ ഏത് വെള്ളരിക്ക പട്ടണത്തിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് സ്കൂൾ ഓഫ് മാത്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങി. അത് എന്തിന് തുടങ്ങിയെന്ന് തുടങ്ങിയവർക്ക് അറിഞ്ഞുകൂടാ, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അറിഞ്ഞുകൂടാ. ആ സ്ഥാപനത്തിൻ്റെ ഒരു ഗതികേടെന്ന് പറയുന്നത് അത് ഇരിക്കുന്നത് CWRDM കുന്നമംഗലത്തെ CWRDM ക്യാമ്പസിൻ്റെ അടുത്താണ്. അപ്പോൾ പലപ്പോഴും CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കാണ് ഈ മാത്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചാർജ്. CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളജി, ജിയോളജി, പിന്നെ എൻവയോൺമെൻറ്റ് സയൻസ്, ഇങ്ങനെ ജിയോഗ്രഫി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകളുടെ ജലവുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങളാണ് CWRDM ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് കണക്കിലെന്ത് കാര്യം? കണക്ക് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ച ആളുകളിൽ അവിടെ വയ്ക്കേണ്ടത്. അങ്ങനെ മിടുക്കരായി ഈ രാജ്യത്ത് ആരുമില്ലേ, ഈ സംസ്ഥാനത്ത് ആരുമില്ലേ? ആരും വയ്ക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒരു ആളോട് ചോദിച്ചു, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആളോട് ചോദിച്ചു, ഇതെന്ത് തോന്നിയവാസമാണ് സാറേ കാണിക്കുന്നത്? ചോദിച്ചത് നല്ല തോന്നിയവാസമുള്ള ഭാഷയിൽ എൻ്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചത് നല്ല ഭാഷയിൽ, സാർ ഇതെന്താ ഇങ്ങനെ വരുന്നത്? സ്കൂൾ ഓഫ് മാത്സ്, ഞാൻ അവിടെ കോഴിക്കോട് സ്കൂൾ ഓഫ് മാത്സിൻ്റെ ചാർജ് ഉള്ളത് CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കാണെന്ന് മനസ്സിലാക്കി ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് തൊട്ടടുത്തിരിക്കുകയല്ലേ, എളുപ്പമല്ലേ? അടുത്തടുത്തിരിക്കുമ്പോൾ അപ്പോൾ കടലും കടലാടിയും അടുത്തിരുന്നാൽ, മുള്ളും മുരുക്കും തമ്മിൽ അടുത്തിരുന്നാൽ, അല്ലെങ്കിൽ മോരും മുതിരയും തമ്മിൽ അടുത്തിരുന്നാൽ അത് രണ്ടും ഒരാൾ നോക്കിയാൽ മതി എന്നുള്ള എത്ര വികലമാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗം. വീണ്ടും ചോദിക്കുന്നു, ദത്തൻ സാറേ നിങ്ങൾ എന്തെടുക്കുവാണ് കഴിഞ്ഞ വർഷം 10 വർഷമായി, അല്ലെങ്കിൽ എന്തെടുക്കുമായിരുന്നു? ഇനി അത് കഴിഞ്ഞ് വേറെ തമാശ എന്ന് പറഞ്ഞാൽ നാറ്റ്പാക് എന്ന് പറയുന്ന ഗതാഗത സംവിധാനത്തിലേക്ക് ചുമതലയുണ്ടാകുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം ഗതാഗത സംവിധാനം, അവിടെ മറ്റൊരു സ്റ്റെക്കിലുള്ള ഉണ്ടായിരുന്ന മറ്റൊരു സയൻറ്റിസ്റ്റ്, ബോട്ടണി പഠിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റിന് ചുമതല കൊടുക്കുന്നു. അപ്പോൾ കൊടുത്തപ്പോഴേ ആ സയൻറ്റിസ്റ്റ് കാല് പിടിച്ച് പറഞ്ഞു, എനിക്ക് ആ ചുമതല തരരുത് എന്ന് പറഞ്ഞു എന്നാണ് ഇതെല്ലാം അകത്തുനിന്ന് കിട്ടുന്ന വാർത്തകളാണ്. അപ്പോൾ അകത്തുനിന്നുള്ള ആളുകൾ പലരും നമുക്ക് വാർത്തകൾ തരുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ അങ്ങോട്ട് വയ്ക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ കൃത്യമായിട്ട് അവിടെ വെച്ചു. നാറ്റ്പാക് അത് കുഴപ്പമില്ല, ചാർജ് അല്ലേ. അപ്പോൾ നാറ്റ്പാക്കിൽ ബോട്ടണിക്കാരനെ വയ്ക്കുന്നു. TBGRAയിൽ 1ാം സ്ഥാനം കിട്ടിയ ആളിന് കൊടുക്കുന്നില്ല, 2ാം സ്ഥാനം കിട്ടിയ ആളിന് കൊടുക്കുന്നു. പിന്നെ അദ്ദേഹം റിട്ടയർ ആയപ്പോൾ 1ാം സ്ഥാനം കൊടുക്കുന്ന ആൾക്കുന്നു. ക്ലൈമാറ്റ് ചേഞ്ചിൽ ദീർഘകാലം ആരുമില്ലായിരുന്നു. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്ത ഒരു വലിയ പാപമോ ശാപമോ ഒക്കെയാണ് കോട്ടയത്ത് ഒരു ക്ലൈമാറ്റ് ചേഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. അത് തുടങ്ങിയിടത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇനി തിരുവഞ്ചൂർ വീരൻ്റെ മന്ത്രി വല്ലതും ആയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് അറിയാം നമുക്ക്. ഒരു ക്ലൈമാറ്റ് ചേഞ്ച് പരിപാടിയും ഒരു പഠനവും നടക്കാത്ത, ഒരു 2-3 പുസ്തകം അവർ ഇറക്കിയിട്ടുണ്ട്, ഒരു പഠനവും നടക്കാത്തൊരു സ്ഥാപനമാണ്. 60 വയസ്സുകാർക്ക് മാത്രമേ ഇപ്പോൾ സ്റ്റെക്കിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കാൻ കഴിയും, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പലരുടെയും 60 വയസ്സെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്താണ് മനസ്സിലാവുന്നില്ല. 60 വയസ്സെന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, പ്രത്യേകിച്ച് സ്റ്റെക്കിൻ്റെയൊക്കെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന ആളിന് 70 വയസ്സായാലും ആരോഗ്യമുണ്ടെങ്കിൽ കൊടുക്കണ്ടേ? 65 വയസ്സായാലും 62 വയസ്സായാലും അതിന് പ്രായപരിധിയാണോ നോക്കേണ്ടത്? ഏറ്റവും മിടുക്കനായിട്ടുള്ള, ഏറ്റവും നല്ല മിടുക്കരായിട്ടുള്ള സയൻറ്റിസ്റ്റുമാരെ വേണ്ടേ വയ്ക്കാൻ? അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ 80-90 വയസ്സായവരാണ് റിട്ടയർ ആയാലും അഡ്വൈസർമാരൊക്കെ ആയിരുന്നു. കഴിവാണ് മാനദണ്ഡം. അപ്പോൾ സ്റ്റെക്കിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിന് സയൻറ്റിസ്റ്റുമാർക്കൊക്കെ 60 വയസ്സ് വയ്ക്കാം. പക്ഷേ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിന് 60 വയ്ക്കുമ്പോൾ
അതൊരു ആരെയോ കുത്തിത്തിരുകാനാണ് എന്നൊരു തോന്നൽ ബാക്കിയുള്ളവർക്കുണ്ടാകും. അതുപോലെ തന്നെ എന്നാൽ പിന്നെ ബയോഡൈവേഴ്സിറ്റി ബോർഡ് പോലുള്ള സ്ഥലങ്ങളിൽ 60 കഴിഞ്ഞവരെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാവുക? അപ്പോൾ ഒന്നിനും ഒരു വെള്ളിയാഴ്ചയുമില്ല, വ്യവസ്ഥയുമില്ല. ഇഷ്ടപ്പെട്ടവർ വരുമ്പോൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കുക, ഇഷ്ടപ്പെട്ടവരെ കയറ്റിവെക്കുക. ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡർ പറയുകയാണെങ്കിൽ അവർക്കുള്ള ബിനാമികളുണ്ടെങ്കിൽ അവരെ കയറ്റിവെക്കുക. ഇതിനപ്പുറം ശാസ്ത്ര സാങ്കേതിക രംഗം കുത്തഴിഞ്ഞു പോയതല്ലാതെ കേരളത്തിലെ വരൾച്ച, കേരളത്തിലെ വെള്ളപ്പൊക്കം, കേരളത്തിലെ പ്രളയം ഇതുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ ഈ സ്ഥാപനങ്ങൾക്ക് എന്താണ് പങ്കുള്ളത്? കേരളത്തിലെ റോഡ് സംവിധാനത്തെയും ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിനെയും പരിപോഷിപ്പിക്കുന്നതിൽ നാറ്റ്പാക്കിൻ്റെ പങ്ക് എവിടെയാണ്? വെള്ളത്തിൻ്റെ കാര്യത്തിൽ CWRDMൻ്റെ പങ്ക് എവിടെയാണ്? ഇവിടുത്തെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് മര്യാദയ്ക്ക് പോകുന്നൊരു സ്ഥാപനമാണ്. അതൊരു നേരത്തെ ഒരു സയൻറ്റിസ്റ്റിനെയൊക്കെ വെച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പോയി TBJRL മറ്റുണ്ടായിരുന്നതാണ്. അദ്ദേഹം അവിടെ പോയി കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നാഷണൽ ലെവലിൽ ഒരു അഡ്രസ്സൊക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതും ഇപ്പോൾ തദൈവ എന്നാണ് കേൾക്കുന്നത്. അതിനെയും നശിപ്പിച്ചും നാരായ കല്ലെടുക്കും. അപ്പോൾ ഈ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻസ് കുറച്ചുകൂടി ഉയർന്നു വന്ന TBJRL പോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമായി ഉയർന്നു വന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, അതും ഈ പറഞ്ഞതുപോലെ ഓരോ സ്ഥാപനങ്ങളും നശിപ്പിക്കുകയും അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ തലവനായി എക്സ്പെർട്ട് അല്ലാത്ത, ആ മേഖലയിലില്ലാത്ത, ആ സബ്ജക്റ്റ് പഠിച്ചിട്ടില്ലാത്ത ആളുകളെ കൊണ്ടിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള സീനിയർ സയൻറ്റിസ്റ്റുമാരൊക്കെ ഒരു ഈഗോ പ്രശ്നത്തിലും കോംപ്ലക്സിൻ്റെ പ്രശ്നത്തിലും അറിവില്ലായ്മ, അല്ലെങ്കിൽ ഇവരൊരു പ്രോജക്റ്റ് പ്രപ്പോസലോ ഡീറ്റെയിൽസോ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാകാത്ത ചങ്കാമത്തങ്ങയാണോ വെള്ളരിക്കയാണോ നാരങ്ങ പൊതിയാണോ എന്ന് അറിഞ്ഞുകൂടാത്ത എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരും മാനേജിംഗ് ഡയറക്ടർമാരും ഇരിക്കുന്ന സ്ഥലത്ത് എന്ത് ഗവേഷണം നടക്കാൻ? അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ രംഗത്ത് എന്തെങ്കിലും ഗവേഷണം നടക്കുന്നുണ്ടോ? കുറച്ച് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ? അക്കാഡമിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ? ക്യാമ്പയിൻ നടക്കുന്നുണ്ടോ? എന്താണ് നടക്കുന്നത് സാർ? ദത്തൻ സാറിനോട് തന്നെ വീണ്ടും ചോദിക്കണം. സാറാണല്ലോ പിണറായി വിജയൻ്റെ ഉപദേഷ്ടാവ്. 10 വർഷമായിട്ട് സാറിനോട് തന്നെ സ്നേഹബുദ്ധിയാണ് ചോദിക്കണം. സാർ, എന്താണ് സാർ ഇവിടെ നടക്കുന്നത് ശരിക്കും? ഏതെങ്കിലും ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിൽ കൃത്യമായി അതിൻ്റെ തലപ്പത്ത് പ്രമുഖരായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടോ സാർ? ആരെങ്കിലും ഇൻ്റർവ്യൂ ബോർഡ് നടത്തിയാൽ ആ ലിസ്റ്റിലുള്ള ക്രമമനുസരിച്ച് കൃത്യമായി അതിൻ്റെ ഒരു ഹൈറാർക്കി അനുസരിച്ച് പോസ്റ്റിംഗ് നടത്താറുണ്ടോ സാർ? അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റെക്കിൻ്റെ ഈ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് വലിയൊരു ഉഡായിപ്പാണെന്നാണ് കേൾക്കുന്നത്. അത് കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവോ സാർ? 60 വയസ്സെന്ന് പറയുന്ന പരിപാടിയൊക്കെ അവിടെ വച്ചിരിക്കുന്നു. അങ്ങനെ പലരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ചിലർ ഒഴിവാകുന്നു, ചിലരകത്ത് വരുന്നു, ചിലർ പുറത്ത് വരുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത് സാർ? എന്നാൽ ചില സ്ഥാപനങ്ങളിൽ 60 കഴിഞ്ഞവരെ ഇരുത്തുന്നു. മാത്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെള്ളത്തിൻ്റെ ആൾ ഡയറക്ടറാകുന്നു, ഇൻചാർജാണ്. എന്ത് ഇൻചാർജ്? ഇതിനിടയിൽ കൂടി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇൻചാർജുകൾ പോകുന്നു. ചുരുക്കത്തിൽ വളരെ രസകരമാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗം. കോടിക്കണക്കിന് രൂപ ചെലവാക്കി പാവപ്പെട്ട ആളുകൾക്ക്, ഇവിടുത്തെ ദരിദ്രനാരായണന്മാർക്ക് വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും ബയോമാസിൻ്റെയും ജൈവവൈവിധ്യത്തിൻ്റെയും അതുപോലുള്ള കാര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവന്നുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെയും ആഗോളതാപനത്തെയും കേരളത്തിൻ്റെ ചൂടിനെയും കേരളത്തിലെ സൂക്ഷ്മ കാലാവസ്ഥയൊക്കെ പിടിക്കുന്നതിനും കേരളത്തിലെ വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിനുമുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും എക്സ്റ്റൻഷൻ ആക്ടിവിറ്റിയും നടക്കേണ്ടുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എന്താണ് സാർ എന്ന് ദത്തൻ സാറിനോട് തന്നെ വീണ്ടും ചോദിക്കുന്നു. എന്താണ് താങ്കൾ അവിടെ ഇരുന്ന് ചെയ്യുന്നത്? എന്താണ് ഈ സ്ഥാപനങ്ങളിൽ നടക്കുന്നത്? എന്ത് നയമാണ് ഇവിടെയുള്ളത്? ഇവിടെ സയൻസ് ആൻഡ് ടെക് എന്ന് പറഞ്ഞതിൻ്റെ സ്ഥാപനത്തെ ഒരു നയരൂപരേഖ കൊണ്ടുവന്നുകൊണ്ട് കേരള സ്റ്റേറ്റ് സയൻസ് എൻവയോൺമെൻറ്റ് ആൻഡ് ടെക്നിക്കൽ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് KSCST എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി. പക്ഷേ എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? തലപ്പത്ത് കൊണ്ടിരുത്തുന്നവരെയും ഇരുത്താൻ ശ്രമിക്കുന്നവരും അതിൻ്റെ സ്ഥാപനങ്ങളിൽ തലപ്പത്ത് കൊണ്ടിരിക്കുന്നവരും ഇതുമായി വെള്ളിയാഴ്ചയും വ്യവസ്ഥയും അറിയാത്തവരാകുമ്പോൾ എന്തു ശാസ്ത്രം, എന്തു ഗവേഷണം? ഇരുന്നിരുന്ന് നിരങ്ങി സമയം പാഴാക്കുന്നു.